പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് പുതിയ ഒരു കൺസെപ്റ്റ് പരിചയപ്പെടുകയാണ്. കൺസെപ്റ്റിന്റെ പേര് ഇൻഡിഫറൻസ് കർവ്. മലയാളത്തിൽ ഉദാസീന വക്രം അല്ലെങ്കിൽ നിസ്സംഗത വക്രം എന്നൊക്കെ പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തത്, പഠിച്ചത് ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ അല്ലെ, ഒരു ഉപഭോക്താവിന്റെ വരുമാനവും ആ ഉപഭോക്താവ് വാങ്ങിക്കുന്ന രണ്ട് സാധനങ്ങളുടെ വിലയും ലഭിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ എങ്ങനെ വരയ്ക്കാം, ആ ബജറ്റ് രേഖയിൽ എങ്ങനെയൊക്കെ ഷിഫ്റ്റ് വരാം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് ഇൻഡിഫറൻസ് കർവാണ്, അഥവാ ഉദാസീന വക്രമാണ്. ഈ ഒരു കൺസെപ്റ്റും നേരത്തെ ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഉപഭോക്താവ് രണ്ട് സാധനങ്ങൾ മാത്രമേ കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുന്നുള്ളൂ അല്ലെ. നമുക്കറിയാം, എന്തറിയാം, നമ്മൾ ഓരോരുത്തരും ഓരോ ഉപഭോക്താവാണ്. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള സാധന സേവനങ്ങൾ കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് പറയാൻ പറ്റും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സാധന സേവനങ്ങൾ പല അളവുകളിൽ നമ്മളൊക്കെ വീടുകളിൽ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഒരു സങ്കല്പമായിരുന്നു എന്ത്, രണ്ട് സാധനങ്ങൾ മാത്രമേ ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുന്നുള്ളൂ അല്ലെ. വളരെ ലളിതമായിട്ട് ഒരു ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സങ്കല്പമായിരുന്നു എന്ത് ചെയ്യുന്നു, ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും രണ്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുന്നു. അപ്പൊ ഇവിടെയും ഇൻഡിഫറൻസ് കർവ് പഠിക്കുമ്പോഴും ഉദാസീന വക്രം അല്ലെങ്കിൽ നിസ്സംഗതാ വക്രം പഠിക്കുമ്പോഴും നമ്മൾ അതേ സങ്കല്പം തന്നെ വെക്കുന്നു. എന്ത് ചെയ്യുന്നു, ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും രണ്ട് സാധനങ്ങൾ, സാധനം ഒന്ന്, കമ്മോഡിറ്റി ഒന്ന്, കമ്മോഡിറ്റി രണ്ട്, രണ്ട് സാധനങ്ങൾ, സാധനം ഒന്ന്, സാധനം രണ്ട്, രണ്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ എന്നാണ് സങ്കല്പിക്കുന്നത്. ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും രണ്ട് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കമ്മോഡിറ്റി ഒന്ന്, ഒന്നാമത്തെ സാധനം വാങ്ങിക്കുന്ന അളവിനെ നമുക്ക് x1 എന്നും രണ്ടാമത്തെ സാധനം വാങ്ങിക്കുന്ന അളവിനെ നമുക്ക് x2 എന്നും സങ്കല്പിക്കാം. എന്താ പറഞ്ഞത്, ഒന്നാമത്തെ സാധനം വാങ്ങിക്കുന്ന ഉപഭോക്താവ് വാങ്ങിക്കുന്ന ഒന്നാമത്തെ സാധനത്തിന്റെ അളവിനെ x1 എന്നും ഉപഭോക്താവ് വാങ്ങിക്കുന്ന രണ്ടാമത്തെ സാധനത്തിന്റെ അളവിനെ x2 എന്നും നമ്മൾ സങ്കല്പിക്കുന്നു. x1ഉം x2. ഓക്കെ, ഇനി നമ്മള് ഒരു ഇൻഡിഫറൻസ് കർവ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉദാസീന വക്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ടാബിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ടാബിൾ. ഈ ടാബിളില് 3 കോളംസ്. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ പറയാ കോമ്പിനേഷൻസ് എന്ന് പറയും. നെയിം ഓഫ് കോമ്പിനേഷൻസ്, നെയിം ഓഫ് കോമ്പിനേഷൻസ്, സംശ്ലേഷങ്ങളുടെ പേരുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, ആ കോമ്പിനേഷൻ ജോഡി, രണ്ട് സാധനങ്ങളുടെ അളവുകൾ ഉൾക്കൊള്ളുന്ന ജോഡിയാണ്. ആ ജോഡിയുടെ പേരുകളാണ് ഒന്നാമത്തെ കോളം. കോമ്പിനേഷൻസ് എന്ന് നമ്മൾ പറയും ഒന്നാമത്തെ കോളത്തെ. രണ്ടാമത്തെ കോളം ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവ്, അതിനെ നമുക്ക് എന്ത് പറയാം, x1. So x1 represents what? x1 represents the quantity of first commodity purchased. ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവാണ് x1. Okay, x1 represents the quantity of first commodity purchased. ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവാണ് x1. And the third column represents x2. What is x2? x2 represents or x2 shows. x2 എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നു? That shows the quantities of second commodity purchased. രണ്ടാമത്തെ വസ്തു വാങ്ങിക്കുന്ന അളവാണ് x2. രണ്ടാമത്തെ വസ്തു ഉപഭോക്താവ് വാങ്ങിക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് x2.
അങ്ങനെ 3 കോളം. ഒന്നാമത്തെ കോളം നെയിം ഓഫ് കോമ്പിനേഷൻസ്, രണ്ടാമത്തെ കോളം x1 കോളം, മൂന്നാമത്തെ കോളം x2 കോളം. ഇനി നമ്മൾ എടുക്കുന്നത് ആദ്യത്തെ കോമ്പിനേഷൻ നമ്മൾ ഒരു പേര് കൊടുക്കുകയാണ്, കോമ്പിനേഷൻ A. And this combination A contains that includes 1 unit of first commodity and 11 units of second commodity. What is that? First combination A contains 1 unit of first commodity and 11 units of second commodity. എന്ന് പറഞ്ഞാൽ എന്താ? ഉപഭോക്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം എ എന്ന കോമ്പിനേഷനിലെ എ എന്ന ജോഡിയിലെ ഒന്നാമത്തെ വസ്തു 1 യൂണിറ്റും രണ്ടാമത്തെ വസ്തു 11 യൂണിറ്റും വാങ്ങിക്കുന്നു. അറിയാം. And we consider the second combination, combination B. രണ്ടാമത്തെ കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നു, combination B. And this combination B contains 2 units of x1 and 7 units of x2. എന്ന് പറഞ്ഞാൽ the second combination, the second ജോഡി അല്ലേ, രണ്ടാമത്തെ ജോഡി, that pair contains, ആ ജോഡിയിൽ എന്താ കാണുന്നത്? ഒന്നാമത്തെ വസ്തു 2 യൂണിറ്റും രണ്ടാമത്തെ വസ്തു 7 യൂണിറ്റും വാങ്ങിക്കുന്നു. Right? And there is another combination, combination C, that which contains 3 units of first commodity and 4 units of second commodity. The third combination C contains, മൂന്നാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് ഒന്നാമത്തെ വസ്തു 3 യൂണിറ്റും രണ്ടാമത്തെ വസ്തു 4 യൂണിറ്റും വാങ്ങിക്കുന്നു. Now another combination, combination D. Combination D contains 4 units of first commodity and 2 units of second commodity. Okay? Combination D contains, D എന്ന കോമ്പിനേഷൻ എന്താ പറയുന്നത്? ഉപഭോക്താവ് ഒന്നാമത്തെ വസ്തു 4 യൂണിറ്റും രണ്ടാമത്തെ വസ്തു 2 യൂണിറ്റും വാങ്ങിക്കുന്നു. And there is another combination, combination E, which contains 5 units of first commodity and 1 unit of second commodity. എന്ന് പറഞ്ഞാൽ എന്താ? ഈ എന്ന കോമ്പിനേഷനിൽ ഉപഭോക്താവ് എന്ത് ചെയ്യുന്നു? 5 യൂണിറ്റ് ഒന്നാമത്തെ വസ്തുവും 1 യൂണിറ്റ് രണ്ടാമത്തെ വസ്തുവും വാങ്ങിക്കുന്നു. Right? And here there are 5 different combinations of 2 commodities. 5 വ്യത്യസ്ത കോമ്പിനേഷൻസ് അല്ലെ, രണ്ട് സാധനങ്ങളുടെ, സാധനം 1 സാധനം 2, ഉപഭോക്താവ് വാങ്ങിക്കുന്ന 2 സാധനങ്ങൾ, ഒന്നാമത്തെ സാധനം രണ്ടാമത്തെ സാധനം, ഈ 2 സാധനങ്ങളുടെയും 5 വ്യത്യസ്ത ജോഡികൾ, 5 വ്യത്യസ്ത കോമ്പിനേഷൻസ്. കോമ്പിനേഷൻസിന്റെ മലയാളം സാധാരണ സംശ്ലേഷങ്ങൾ എന്നാണ് പറയാ. സോ 5 വ്യത്യസ്ത കോമ്പിനേഷൻസ് നമ്മൾ കാണുന്നു. ഒന്നാമത്തെ കോമ്പിനേഷൻ A, that contains 1 unit of first commodity and 11 units of second commodity. And the second combination B contains 2 units of first commodity and 7 units of second commodity. And the third combination C contains 3 units of first commodity and 4 units of second commodity. The combination D contains 4 units of first commodity and 2 units of second commodity. And the last combination E contains 5 units of first commodity and 1 unit of second commodity. So here there are 5 different combinations of commodity 1 and commodity 2. ഒന്നാമത്തെ സാധനത്തിന്റെയും രണ്ടാമത്തെ സാധനത്തിന്റെയും 5 വ്യത്യസ്ത കോമ്പിനേഷൻസ്, 5 വ്യത്യസ്ത ജോഡികൾ, 5 വ്യത്യസ്ത പെയറുകളാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉപഭോക്താവിന് പറ്റുന്ന 5 ജോഡികൾ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇതൊരു ടാബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദിസ് ഇസ് എ ടാബിൾ. ഓക്കെ, ദിസ് ഇസ് എ ടാബിൾ ദാറ്റ് കണ്ടെയ്ൻസ് 5 different combinations of commodity 1 and commodity 2 അല്ലെ. ഇതൊരു ടാബിൾ ആണ്. ഈ ടാബിൾ എന്താ കാണിക്കുന്നത്?
ഇതൊരു പട്ടികയാണ്. ഈ പട്ടികയിൽ എന്ത് കാണിക്കുന്നു? സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും 5 വ്യത്യസ്ത കോമ്പിനേഷൻസ് ആണ് ഈ പട്ടികയിൽ കാണിക്കുന്നത്. റൈറ്റ്? ഇതൊരു പട്ടികയാണ്. ആ പട്ടികയിൽ എന്ത് കാണിക്കുന്നു? സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും 5 ABCDE എന്നിങ്ങനെയുള്ള 5 വ്യത്യസ്ത ജോഡികളാണ്, 5 വ്യത്യസ്ത കോമ്പിനേഷൻസ് കാണിക്കുന്ന ഒരു ടാബിൾ ആണിത്. This is a table that shows what? എന്താ കാണിക്കുന്നത്? The 5 different combinations of commodity 1 and commodity 2. ഇതെന്ന് നമുക്കറിയാം അല്ലെ? ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ കോമ്പിനേഷൻസിനെ നമുക്കൊരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ആക്കി മാറ്റണം. ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ, ഇൻഡിഫറൻസ് ഷെഡ്യൂൾ, ഉദാസീന പട്ടിക. മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? ഉദാസീന പട്ടിക. ഉദാസീന പട്ടിക ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ആക്കി മാറ്റണം. എങ്ങനെയാണ് ഈ ഒരു ടാബിളിനെ, ഈ ഒരു പട്ടികയെ നമുക്ക് ഉദാസീന പട്ടികയായിട്ട് മാറ്റി എഴുതുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ടേബിള് എപ്പോഴാണ് ഒരു ഉദാസീന പട്ടികയായി മാറും? ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. ഇതൊരു സാധാരണ ടേബിൾ ആണ്. ഈ ടേബിൾ എന്ത് കാണിക്കുന്നു? ഉപഭോക്താവ് വാങ്ങിക്കുന്ന സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും 5 കോമ്പിനേഷൻസ് ഉള്ള ഒരു പട്ടികയാണ് ഇത്. ഈ പട്ടിക എന്തായി മാറണം? ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉദാസീന പട്ടികയായി മാറണമെങ്കിൽ there is a condition. അവിടെ നമ്മളൊരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ പാലിക്കപ്പെടണം. ആ വ്യവസ്ഥയാണ്, ഇത്രയുള്ളൂ ആ വ്യവസ്ഥ. ഉപഭോക്താവ് വാങ്ങിക്കുന്ന എല്ലാ കോമ്പിനേഷൻസും A ആയാലും B ആയാലും C ആയാലും D ആയാലും E ആയാലും ഈ 5 കോമ്പിനേഷൻസും ഉപഭോക്താവിന് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ, ഉപഭോക്താവിന് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ. എന്താ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ? സംതൃപ്തി. ഉപഭോക്താവിന് നൽകുന്ന സംതൃപ്തി. ഒരു ഉദാഹരണം നോക്കിക്കോളൂ. ഇത് ആപ്പിളും ഇത് ഓറഞ്ചുമാണെന്ന് വിചാരിക്കുക. എന്താണ്? ഒന്നാമത്തെ വസ്തു ആപ്പിൾ ആണെന്നും രണ്ടാമത്തെ വസ്തു ഓറഞ്ച് ആണെന്നും വിചാരിച്ചു നോക്കൂ. ഇത് ആപ്പിൾ ആണ്, ഇത് ഓറഞ്ച് ആണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആദ്യത്തെ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നു? ഒരു ആപ്പിളും 11 ഓറഞ്ചും വാങ്ങിക്കുന്നു. ഉപഭോക്താവ് ഒരു ആപ്പിളും 11 ഓറഞ്ചും വാങ്ങിക്കുന്നു. സാധനം ഒന്നിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? ആപ്പിൾ ആണെന്നും രണ്ടാമത്തെ സാധനം എന്താണെന്ന് എടുക്കുക? ഓറഞ്ച് ആണെന്നും എടുത്തോളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആപ്പിളും 11 ഓറഞ്ചും. ആദ്യത്തെ കോമ്പിനേഷൻ. തീർച്ചയായിട്ടും ഒരു ആപ്പിളും 11 ഓറഞ്ചും വാങ്ങിച്ച് കഴിക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? അയാൾക്കൊരു സന്തോഷം അല്ലെ ഒരു സംതൃപ്തി കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? ഒരു ആപ്പിളും 11 ഓറഞ്ചും വാങ്ങിച്ചിട്ട് അയാൾ കഴിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഒരു സന്തോഷം, ഒരു സംതൃപ്തി കിട്ടിയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ കോമ്പിനേഷനിലേക്ക് വരൂ. 2 ആപ്പിളും 7 ഓറഞ്ചും. നോക്കൂ, 2 ആപ്പിളും 7 ഓറഞ്ചും. അപ്പോഴും ഉപഭോക്താവിന് എന്ത് കിട്ടും? ഒരു സംതൃപ്തി കിട്ടും അല്ലെ? 2 ആപ്പിളും 7 ഓറഞ്ച് കഴിക്കുമ്പോഴും ഉപഭോക്താവിന് എന്ത് കിട്ടും? ഒരു സംതൃപ്തി കിട്ടും, ഒരു സാറ്റിസ്ഫാക്ഷൻ. റൈറ്റ്? മൂന്നാമത്തെ കോമ്പിനേഷൻ 3 ആപ്പിളും 4 ഓറഞ്ച് കഴിക്കുമ്പോഴും അയാൾക്ക് എന്ത് കിട്ടും? 3 ആപ്പിളും 4 ഓറഞ്ചും കമ്പോളത്തിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴും അയാൾക്ക് എന്ത് കിട്ടും? സംതൃപ്തി കിട്ടും. നോക്കൂ, നാലാമത്തെ കോമ്പിനേഷൻ ഡി. 4 ആപ്പിളും 2 ഓറഞ്ചും കമ്പോളത്തിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴും അയാൾക്ക് എന്ത് കിട്ടും? സംതൃപ്തി കിട്ടും. അഞ്ചാമത്തെ കോമ്പിനേഷൻ 5 ആപ്പിളും 1 ഓറഞ്ചും.
അത് കഴിക്കുമ്പോഴും അയാൾക്ക് എന്ത് കിട്ടും? സംതൃപ്തി കിട്ടും. കിട്ടുമല്ലോ. അപ്പൊ ഇത് ഓരോ കോമ്പിനേഷനും വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? ഉപഭോക്താവിന് എന്ത് കിട്ടും? ഒരു സംതൃപ്തി കിട്ടും, ഒരു സന്തോഷം അല്ലെ, വിശപ്പൊക്കെ അടങ്ങിയ ഒരു സംതൃപ്തി കിട്ടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ ഓരോ എ എന്ന കോമ്പിനേഷൻ, എ എന്ന ജോഡി, എ എന്ന പെയർ ഉപഭോക്താവിന് നൽകുന്ന സംതൃപ്തിയുടെ അളവ് ബി എന്ന, അപ്പോ എ നൽകുന്ന സംതൃപ്തിയുടെ അളവും എ എന്ന കോമ്പിനേഷൻ വാങ്ങിച്ച് ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവും ബി എന്ന കോമ്പിനേഷൻ സ്വീകരിച്ച് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവും സി എന്ന കോമ്പിനേഷൻ വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവും ഡി എന്ന കോമ്പിനേഷൻ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവും ഇ എന്ന കോമ്പിനേഷൻ വാങ്ങിച്ച് ഉപഭോക്താവിന് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവും തുല്യമാണെങ്കിൽ, സെയിം ആണെങ്കിൽ, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സംതൃപ്തി, സംതൃപ്തിയുടെ അളവ് തുല്യമാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് എ നൽകുന്ന സംതൃപ്തിയും ബി നൽകുന്ന സംതൃപ്തിയും സി നൽകുന്ന സംതൃപ്തിയും ഡി നൽകുന്ന സംതൃപ്തിയും ഇ നൽകുന്ന സംതൃപ്തിയും അതായത് സാറ്റിസ്ഫാക്ഷനും തുല്യമാണെങ്കിൽ ഈ ഷെഡ്യൂളിനെ നമ്മൾ പറയാ അതൊരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ ആണ് എന്ന് പറയും. നോക്കൂ, ഇവിടെ 5 വ്യത്യസ്ത കോമ്പിനേഷൻസ് ആണ്. സാധനം 1ന്റെയും സാധനം 2ന്റെയും വ്യത്യസ്ത കോമ്പിനേഷൻസ്, 5 വ്യത്യസ്ത കോമ്പിനേഷൻസ് തന്നു അല്ലെ. നമുക്കറിയാം ഉപഭോക്താവിന് ഓരോ കോമ്പിനേഷൻ സ്വീകരിക്കുമ്പോഴും എന്ത് കിട്ടും? ഇത് ആദ്യത്തെ കോമ്പിനേഷൻ, ഇത് രണ്ടാമത്തെ കോമ്പിനേഷൻ, ഇത് മൂന്നാമത്തെ കോമ്പിനേഷൻ, ഇത് നാലാമത്തെ കോമ്പിനേഷൻ, ഇത് അഞ്ചാമത്തെ കോമ്പിനേഷൻ. ഓരോ കോമ്പിനേഷൻ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴും സാധനം എന്തോ ആയിക്കൊള്ളട്ടെ, ഏത് കോമ്പിനേഷൻ സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തുമ്പോഴും അയാൾക്ക് എന്ത് ലഭിക്കുന്നുണ്ടാവും? സംതൃപ്തി കിട്ടുന്നുണ്ടാവും അല്ലെ. ആ പൈസ ചെലവഴിച്ച് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തോന്നുക? വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഉപഭോക്താവിന് എന്ത് കിട്ടിയിരിക്കും? സന്തോഷം അല്ലെ, സംതൃപ്തി കിട്ടിയിരിക്കും. റൈറ്റ്. ആ സംതൃപ്തി എന്ത് പറയുന്നു? ഈ ടാബിളിലുള്ള 5 കോമ്പിനേഷൻസും ഉപഭോക്താവിന് നൽകുന്ന സംതൃപ്തിയുടെ അളവ്, ഉപഭോക്താവിന് നൽകുന്ന സംതൃപ്തിയുടെ അളവ് തുല്യമാണെങ്കിൽ എ എന്ന കോമ്പിനേഷൻ നൽകുന്ന സംതൃപ്തി സമം ബി എന്ന കോമ്പിനേഷൻ നൽകുന്ന സംതൃപ്തി സമം സി എന്ന കോമ്പിനേഷൻ നൽകുന്ന സംതൃപ്തി സമം ഡി എന്ന കോമ്പിനേഷൻ നൽകുന്ന സംതൃപ്തി സമം ഇ എന്ന കോമ്പിനേഷൻ നൽകുന്ന സംതൃപ്തി എങ്കിൽ ഈ ടേബിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയാം? ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ഉദാസീന പട്ടികയെ കാണിക്കുന്നു. ഇതെന്തായി മാറുകയാണ്? ഇതൊരു ഈ ടേബിൾ, ഈ ഒരു പട്ടിക ഏത് തരം പട്ടികയായി മാറുകയാണ്? ഒരു ഉദാസീന പട്ടികയായി മാറുന്നു. അപ്പൊ എന്താണ് ഒരു ഉദാസീന പട്ടിക? എങ്ങനെ നമുക്ക് ഒരു ഉദാസീന പട്ടികയെ, ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂളിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, നിർവചിക്കാം? വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. That shows different combinations of two commodities. എന്താണ്? അതെന്താണ്? ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതെന്തിനെ കാണിക്കുന്നു? That schedule shows different combinations of two commodities, right? എന്താ പറഞ്ഞത്?
ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ എന്തിനെ കാണിക്കുന്നു? ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ ഷോസ് കാണിക്കുകയാണ്. എന്തിനാ കാണിക്കുന്നത്? ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ്. രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ കോമ്പിനേഷൻസ് എന്തായിരിക്കണം? ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കണം. that combinations എന്ത് ചെയ്യണം? provide same level of satisfaction to the consumer. right? ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു വെച്ചു? ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ that schedule shows different combinations of two commodities. Different combinations of two commodities. One commodity, second commodity. Right? Different combinations of two commodities. ഇനിയോ ഒരു കണ്ടീഷൻ വെക്കുന്നു. ഈ കോമ്പിനേഷൻ which provide, that combinations provide എന്ത് ചെയ്യണം? same level of satisfaction. Same level of satisfaction to the consumer. എങ്ങനെ പറയാം? ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷൻസ് ആണ് ഒരു ഉദാസീന പട്ടിക. നോക്കൂ, ഒന്നുകൂടി പറയാം. തുല്യ സംതൃപ്തി നൽകുന്ന, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്? തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷൻസ് ഉൾക്കൊള്ളുന്നതാണ് ഒരു ഉദാസീന പട്ടിക. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷൻസ് ആണ് എന്തായിട്ട് പറയാ? ഒരു ഉദാസീന പട്ടിക എന്ന് പറയുന്നത്. An indifferent schedule shows different combinations of two commodities which provide same level of satisfaction to the consumer. Once again, an indifferent schedule shows different combinations of two commodities which provide, that combinations provide same level of satisfaction to the consumer. ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷൻസ് ഉൾക്കൊള്ളുന്നതാണ് ഒരു ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ അഥവാ ഉദാസീന പട്ടിക. ഓക്കെ, ഇനി അതിൽ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട് ഉദാസീന പട്ടിക, ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ. എന്തുകൊണ്ടാ ഈ ഒരു പട്ടികയെ ഇൻഡിഫറൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്? എപ്പോഴാ ഒരാള് ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ക്യാരക്ടർ നമ്മൾ പറയും അയാൾ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. എപ്പോഴാ പറയാ? എന്തായാലും കുഴപ്പമില്ല, ഒരു എന്താ പറയാ, ഒന്നിനും താല്പര്യമില്ലാതെ, അല്ലെ? നമ്മൾ ചില കുട്ടികളെ കൊണ്ടുവരും, അവൻ ക്ലാസ്സിൽ ഇൻഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനോടും താല്പര്യമില്ല, എന്തായാലും കുഴപ്പമില്ല, അല്ലേ? ഈ അവർ എക്കണോമിക്സിൽ വന്നാല് എക്കണോമിക്സ്, മാത്സ് വരുമ്പോ മാത്സ് ആയാലും കുഴപ്പമില്ല, ഇനി ഇംഗ്ലീഷാ വരുന്നെങ്കിൽ അതും കുഴപ്പമില്ല. നമുക്ക് സാധാരണഗതിയിൽ എന്ത് വരും? ചിലർക്ക് ചില സബ്ജക്റ്റിനോട് ഇഷ്ടം വരും, അല്ലെ? ചിലർ പറയും എന്താണ്, ഇംഗ്ലീഷിന്റെ മിസ് വന്നോട്ടെ, ഇംഗ്ലീഷ് ഇഷ്ടമാണ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇംഗ്ലീഷിന്റെ മിസ് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെ? ഇംഗ്ലീഷിന്റെ മിസ് വരുന്ന സ്ഥാനത്ത് ഇക്കണോമിക്സിന്റെ മിസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അയ്യോ വരുന്നുണ്ട് ഇക്കണോമിക്സ്. പക്ഷെ ചിലർക്ക് എന്ത് വരും? ഇക്കണോമിക്സ് കുഴപ്പമില്ല, അല്ലെ? ഇനിയോ ചിലർക്ക് എന്തായിരിക്കും ഇഷ്ടം? ജോഗ്രഫി ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ എന്ത് പറയും? ജോഗ്രഫീന്റെ സാറ് വരട്ടെ എന്ന് പറയും ചിലര്. അപ്പോഴെന്താ, ജോഗ്രഫീന്റെ സാറ് വരുമ്പോ കുറെ പേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, ആ സ്ഥാനത്ത് ഹിസ്റ്ററിന്റെ സാറ് വന്നാലോ? പറ്റില്ല. ഇനി ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെയും ബിഹേവിയർ ഓരോന്നാണ്. എന്നാൽ ഒരാളെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അവന് എന്തായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷിന്റെ മിസ് വന്നാലും ഇക്കണോമിക്സിന്റെ മിസ്സാണോ, ജോഗ്രഫി ആയാലും കുഴപ്പമില്ല, ഹിസ്റ്ററി ആയാലും കുഴപ്പമില്ല, വൊക്കേഷണൽ തിയറി ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഹീസ് ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ്, ഒന്നിനോട് ഒരു ഉദാസീനത.
അല്ല ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എടുക്കാൻ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എടുക്കും. ഇക്കണോമിക്സിന്റെ നോട്ട് എടുക്കുന്ന ഇക്കണോമിക്സിന്റെ നോട്ട് എടുക്കുക. ജോഗ്രഫിന്റെ നോട്ട് എടുക്കുന്ന ജോഗ്രഫിനോട്. ഈസ് ഇൻഡിഫറന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, ഒരു ഉദാസീനത. ഓക്കെ, ഇവിടെ ഉപഭോക്താവും എങ്ങനെ പെരുമാറുന്നു? ഒരു ഉദാസീനത കാണിക്കുക, എന്തായാലും കുഴപ്പമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? കാരണം ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം എ എന്ന കോമ്പിനേഷൻ സ്വീകരിച്ചാൽ കിട്ടുന്ന അതേ സംതൃപ്തിയാണ് ബി എന്ന കോമ്പിനേഷൻ സ്വീകരിക്കുമ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് എന്താ, എ എന്ന കോമ്പിനേഷൻ വാങ്ങിയാലും കുഴപ്പമില്ല, ബി വാങ്ങിയാലും കുഴപ്പമില്ല. റൈറ്റ്? ഇനിയോ സിക്കോ, സിന്നും അതേ സംതൃപ്തിയെ കിട്ടുന്നുള്ളൂ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വരും? അതായാലും കുഴപ്പമില്ല. എയോ ബിയോ സിയോ ഡിയോ, ഡി ആയാലും കുഴപ്പമില്ല, ഡിന്നും അതേ സംതൃപ്തിയായി കിട്ടുന്നത്. കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് അതിനോട് താല്പര്യം വരും, അല്ലെ? സിയേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഡിന്ന് കിട്ടുമെങ്കിൽ ഡി വാങ്ങിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുക. എന്നാൽ ഡിയും സിയും ഒക്കെ തരുന്ന ഒരേ സംതൃപ്തിയാണെങ്കിൽ ഉപഭോക്താവിന് എന്താ കുഴപ്പം? എന്തായിരിക്കും ആറ്റിറ്റ്യൂഡ്? എന്തായിരിക്കും സമീപനം? എ ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലും വാങ്ങിക്കയോ ഡിയോ സിയോ ഡിയോ ഇയോ, ഹീസ് ഇൻഡിഫറന്റ്, എന്തായാലും കുഴപ്പമില്ല. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തത്? എല്ലാ കോമ്പിനേഷൻസും നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആയതുകൊണ്ടാണ്. ഓക്കെ, എ നൽകുന്ന കോമ്പിനേഷൻ എ നൽകുന്ന അതേ സംതൃപ്തിയാണ് ബി എന്ന കോമ്പിനേഷനും സിയും ഡിയും ഇയും നൽകുന്നത് കൊണ്ടാണ് അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഒരു ഇൻഡിഫറന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഈസ് ഇൻഡിഫറന്റ്. അയാൾ എങ്ങനെ പെരുമാറുന്നു? ഒരു ഉദാസീന ഭാവം, എന്തായാലും കുഴപ്പമില്ല എന്നൊരു ഭാവത്തിൽ പെരുമാറുന്നു. റൈറ്റ്? അപ്പൊ ഒരു ഇൻഡിഫറന്റ് ഷെഡ്യൂളിലെ കോമ്പിനേഷനുകളിൽ ഉപഭോക്താവ് എങ്ങനെ പെരുമാറും? ഇൻഡിഫറന്റ് ആയിട്ട് ഒരു ഉദാസീന ഭാവമാണ് ഉണ്ടാവുക, ഒരു നിസ്സംഗതാ ഭാവം, എന്തായാലും കുഴപ്പമില്ല എന്നൊരു ഭാവമാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഇൻഡിഫറന്റ് ഷെഡ്യൂളിനെ നമുക്കൊരു ഗ്രാഫ് പേപ്പറിലേക്ക് മാറ്റണം. ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്കറിയാം എക്സ് ആക്സിലും വൈ ആക്സിലെയും മെഷർമെന്റ് ഒക്കെ എടുക്കാനൊക്കെ നിങ്ങൾക്കറിയാം. നേരത്തെ ബജറ്റ് രേഖയിൽ പറഞ്ഞ പോലെ തന്നെ എക്സ് അക്ഷം റെപ്രസെന്റ്സ് ദി ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി. ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് എക്സ് ആക്സിസിലും, എക്സ് ആക്സിസ് ആണല്ലോ, എക്സ് ആക്സിസിൽ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് എക്സ് ആക്സിസിലും, കമ്മോഡിറ്റി 2 രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് വൈ ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഷെഡ്യൂളിനെ എടുത്ത് ഈ ഗ്രാഫ് പേപ്പറിലേക്ക് അറിയാം കോമ്പിനേഷൻസ്. ആദ്യത്തെ എന്താ കോമ്പിനേഷൻ? 1, 11. ഇനിയോ രണ്ടാമത്തത് ഇതൊന്നാണെന്ന് വിചാരിക്കുക, ഇത് 11 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 1, 11 ഒരു പോയിന്റ്, അടുത്ത 2, 7 എന്നുള്ള ഒരു പോയിന്റ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവ് വരച്ചു കൊടുക്കുക. ആ പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു കർവ് വരച്ചു കഴിഞ്ഞാൽ ആ കർവിനെ നമ്മൾ പറയാം അത് ഇൻഡിഫറൻസ് കർവാണ്. IC എന്ന് പറയും, ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മളൊരു പുതിയ കൺസെപ്റ്റിലേക്കാണ് എത്തിയത്, ഉദാസീന വക്രം. ഓക്കെ, അപ്പൊ ഉദാസീന വക്രം പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്ത് ചെയ്യുന്നു? ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും 2 സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ആ 2 സാധനങ്ങളുടെയും വ്യത്യസ്ത കോമ്പിനേഷൻസ് ഒരു ടാബിള് വെച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു, അല്ലെ? ആ ടാബിള് എന്താക്കി മാറ്റുന്നു? ഒരു ഇൻഡിഫറന്റ് ഷെഡ്യൂളായി മാറ്റുന്നു. അല്ലെങ്കിൽ മാറണമെങ്കിൽ ഒരു വ്യവസ്ഥ പാലിക്കണം. എന്താ വ്യവസ്ഥ? ഈ ടാബിള് ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂളായി, ഈ ഒരു ഉദാസീന പട്ടികയായി മാറണമെങ്കിൽ ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ പാലിക്കപ്പെടണം. എന്താ വ്യവസ്ഥ? അതിലുള്ള ഓരോ കോമ്പിനേഷൻസും ഉപഭോക്താവിന് നൽകുന്ന സംതൃപ്തിയുടെ അളവ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എങ്കിൽ ഈ ടേബിൾ എന്തായി മാറുന്നു? ഒരു ഇൻഡിഫറന്റ് ഷെഡ്യൂൾ ആയിട്ട് മാറുന്നു. ഓക്കെ, ആ ഒരു ഇൻഡിഫറന്റ് ഷെഡ്യൂളിനെ ഒരു ഗ്രാഫ് പേപ്പറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിഫറൻസ് കർവ് കിട്ടും, ഉദാസീന വക്രം കിട്ടും. ഓക്കെ.